ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ അടിമുടി മാറ്റമാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുതുതായി പുറത്തു വരുന്നത്. അതായത് നമ്മൾ ഇതുവരെ കേട്ടിരുന്ന വിവരങ്ങളല്ല ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി വരുന്നത്. പുതിയ അംഗങ്ങളെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി വിവരങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ മാറ്റമുണ്ടായിരിക്കുകയാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30. ആദ്യം പരിശോധിക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത അവിടെ MP ബാലകൃഷ്ണനാണ് ഇപ്പോൾ നിലവിൽ മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ സ്ഥാനാർത്ഥി വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ അവിടെ TV രാജേഷിനും അതുപോലെ തന്നെ VPP മുസ്തഫയ്ക്കും ഒരു പരിഗണന ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതേ സാഹചര്യത്തിൽ വരുന്നത് MP ബാലകൃഷ്ണന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്ന് പോലുള്ള നിർദ്ദേശം പോലും MP ബാലകൃഷ്ണന്റെയാണ്. പക്ഷേ അതേസമയം കാസർഗോഡ് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ണൂരുള്ള രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി, രണ്ട് നിയോജക മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്ന് പയ്യന്നൂരും മറ്റൊന്ന് കല്യാശ്ശേരിയുമാണ്. ആ സാഹചര്യത്തിൽ ഓരോ സമയത്തും ആദ്യം കണ്ണൂരിൽ നിന്ന് ഒരാളെ പരിഗണിക്കുകയാണെങ്കിൽ അടുത്ത ടൈമിൽ അത് കാസർഗോഡ് നിന്നുള്ള ഒരാളെ പരിഗണിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ രീതിയാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നും ഉള്ള TV രാജേഷിന് മുൻഗണന ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ടൈമിൽ കാസർഗോഡ് നിന്നുള്ള വ്യക്തി ആയിരുന്നത് കൊണ്ട് തന്നെ ഈ ടൈമിൽ അത് കണ്ണൂരിൽ നിന്നുള്ള TV രാജേഷിന് മുൻഗണന ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ VPP മുസ്തഫയ്ക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത് ന്യൂനപക്ഷ വോട്ട് എന്നുള്ളതാണ്. അതായത് VPP മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ന്യൂനപക്ഷത്തിന്റെ മുഖമായി വർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സാധ്യത, ന്യൂനപക്ഷ വോട്ട് എന്ന് പറയുന്ന വലിയൊരു സാധ്യത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നമുക്കറിയാം, കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ CPM-ന്റെ വലിയൊരു ശക്തി കേന്ദ്രം കൂടിയാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിൽ CPM-ന് അതുകൊണ്ട് തന്നെ വലിയ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും കാസർഗോഡ് ഇത്തവണ ഒരു മുന്നേറ്റത്തിന് CPM ശ്രമിക്കുന്നത്. യാതൊരു കാരണവശാലും കാസർഗോഡ് വിട്ടുകൊടുക്കാനായിട്ട് CPM-ന്റെ ഭാഗത്തു നിന്ന് തയ്യാറാകില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. 1989 മുതൽ 2019 വരെയുള്ള പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മുതൽ LDF-ന് തന്നെ വോട്ട് കിട്ടിയിരുന്ന, അല്ലെങ്കിൽ LDF-ന് തന്നെ ഭൂരിപക്ഷം ലഭിച്ചിരുന്ന, LDF തന്നെ ഭരിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു കാസർഗോഡത്തേത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആ വോട്ട് പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. 3 പേരുകളിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന, അതായത് സെക്രട്ടേറിയറ്റിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ജില്ല കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണെങ്കിലും തന്നെ ഉയർന്നു വന്ന പേര് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും MP ബാലകൃഷ്ണന്റെ തന്നെയാണ്. പക്ഷെ അതേസമയം TV രാജേഷ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ VPP മുസ്തഫയാണെങ്കിലും ഇരു കൂട്ടർക്കും സാധ്യത എന്ന് പറയുന്നത് അത് വലിയ തോതിലുള്ള ഒരു സാധ്യത കൂടി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വിചിത്രമായ ഒരു സാഹചര്യമാണ് കാസർഗോഡ് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആരായിരിക്കും ഇവരിൽ 3 പേരിൽ ആവുക എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തീരുമാനവുമായി എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അടുത്തത് കണ്ണൂരാണ്. കണ്ണൂരിലെ സാഹചര്യത്തിൽ തന്നെ ആദ്യം KK ശൈലജ ടീച്ചറുടെ പേരെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നത് MV ജയരാജന്റെ പേരാണ്. പക്ഷേ ഈ ഒരു തീരുമാനം ഫൈനൽ അല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം കണ്ണൂരിൽ KK ശൈലജ ടീച്ചർ ആണ് എന്നുള്ള വിവരങ്ങൾ ആദ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. K സുധാകരൻ UDF-ന്റെ ഭാഗത്തു നിന്നും K സുധാകരൻ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള നേതാവ് KK ശൈലജ തന്നെ സുധാകരനെതിരെ വരും എന്നുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് MV ജയരാജൻ എന്നുള്ള പേര് വരുന്നത്. പക്ഷെ അതേസമയം തന്നെ ജയരാജൻ അതിന് തയ്യാറാകാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം പാർട്ടിയെ തീരുമാനം ഫൈനൽ അല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് പാർട്ടിയെ നയിക്കാനായിട്ട് വേറെ ആര് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അതായത് MV ജയരാജൻ ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള അഴിച്ചുപണികളെല്ലാം തന്നെ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങേണ്ടി വരും. അപ്പോൾ അത്തരം ഒരു വലിയൊരു നീക്കത്തിനോ അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിനൊന്നും തന്നെ പാർട്ടി തയ്യാറാവുകയില്ല എന്നുള്ള മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. എന്തുതന്നെയാണെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരം അത് KK ശൈലജയ്ക്ക് തന്നെയാണെങ്കിൽ പോലും MV ജയരാജൻ എന്നുള്ള പേര് കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വടകരയിൽ പ്രദീപ് കുമാറിന്റെ പേര് തന്നെയാണ് ആദ്യം ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. പിന്നെ വലിയ തരത്തിലുള്ള ഒരു സ്വാധീനമെല്ലാം തന്നെ ആ മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ തന്നെ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു നേതാവാണ് പ്രദീപ് കുമാർ എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ മറ്റാരുടെയും പേരുകളൊന്നും തന്നെ ഉയർന്നു കേൾക്കുന്നില്ല. അടുത്തത് കോഴിക്കോട് പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോടും ആദ്യം മുതലേ തന്നെ എളമരം കരീമിന്റെ പേര് തന്നെയാണ് ഉയർന്നു വരുന്നത്. എളമരം കരീം എന്ന് പറയുന്നത് CPM-ന്റെ തന്നെ വലിയ മുതിർന്നൊരു നേതാവ് കൂടിയാണ്. കോഴിക്കോട് പോലുള്ള ഒരു സ്ഥലത്ത് എളമരം കരീമിനെ പോലുള്ള ഒരു വ്യക്തിയെ തന്നെ നിർത്തുന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ CPM മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ തന്നെ പരിഗണിക്കുക എന്നുള്ളൊരു സാഹചര്യത്തിനാണ് CPM വഴിയൊരുക്കുന്നത്. അടുത്തത് പാലക്കാടാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവൻ
തന്നെയാണ് പാലക്കാട് മത്സരിക്കുന്നത്. പാലക്കാടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ CPM എന്ത് തന്നെയാണെങ്കിൽ ആ സീറ്റ് വിട്ടുകൊടുക്കുന്നില്ല അല്ലെങ്കിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഏറ്റവും മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കി കളത്തിലേക്ക് ഇറക്കുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിജയരാഘവനെ പോലുള്ള വലിയൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ തന്നെ കളത്തിലിറക്കുന്നത്. അതേസമയം തന്നെ ആലത്തൂർ പരിശോധിക്കുകയാണെങ്കിൽ ആലത്തൂരിലും ഇത്തവണ AK ബാലൻ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആദ്യത്തെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അവിടെ AK ബാലനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ AK ബാലന്റെ ഭാര്യയുടെ പേര് ഉയർന്നു വരുന്നില്ല. പക്ഷേ AK ബാലന്റെ പേരുണ്ട്. അതേസമയം തന്നെ K രാധാകൃഷ്ണന്റെ പേരും കൂടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ K രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം ആ മത്സരത്തിൽ നിന്നും പിന്മാറാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ അദ്ദേഹം പിന്മാറുകയാണെങ്കിൽ അവിടെ AK ബാലൻ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ രമ്യ ഹരിദാസ് പാട്ടും പാടി വിജയിച്ച ഒരു സ്ഥലമാണ് ആലത്തൂർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്നെല്ലാം തന്നെ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇനി നീങ്ങാനായിട്ട് സമ്മതിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് CPMന്റെ കനത്തൊരു പോരാളിയെ തന്നെ ഇറക്കാനായിട്ട് തയ്യാറാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇനി K രാധാകൃഷ്ണൻ അല്ലെങ്കിൽ അവിടെ AK ബാലൻ തന്നെയായിരിക്കും, അതായത് ഒരു മുതിർന്ന CPM നേതാവ് തന്നെയായിരിക്കും ആലത്തൂരിലും CPM ഇറക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം C രവീന്ദ്രനാഥ്, ആദ്യത്തെ മുൻ മന്ത്രിയായിട്ടുള്ള C രവീന്ദ്രനാഥിന്റെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ പേര് കൂടി ഉയർന്നു വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളൊരു വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ മറ്റു പേരുകളൊന്നും തന്നെ C രവീന്ദ്രനാഥിന് എതിരായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഉയർന്നു കേൾക്കുന്ന പേര് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുൻ മന്ത്രിയായിട്ടുള്ള രവീന്ദ്രനാഥിന്റെ പേര് തന്നെയാണ് ചാലക്കുടിയിൽ ഉയർന്നു കേൾക്കുന്നത്. അടുത്തത് എറണാകുളമാണ്. എറണാകുളത്തെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള ഒരു മുഖമുണ്ടാകും എന്നുള്ള കാര്യങ്ങളും ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴും എറണാകുളം ആരായിരിക്കും ആ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. അതേസമയം തന്നെ ആലപ്പുഴയിലാണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും മുൻകൂട്ടി പറഞ്ഞ സ്ഥാനാർത്ഥികൾക്ക് മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ്. ആരിഫും അതുപോലെ തന്നെ പത്തനംതിട്ടയിലാണെങ്കിൽ തോമസ് ഐസക്കും തന്നെ മത്സരിക്കും. അതായത് ഈ വിവരങ്ങളെല്ലാം തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപേ തന്നെ ധാരണയായതാണ്. അക്കാര്യത്തിലൊന്നും തന്നെ മാറ്റം വന്നിട്ടില്ല. ആരിഫും അതുപോലെ തന്നെ തോമസ് ഐസക്കും തന്നെ, അത് ആലപ്പുഴയിൽ ആരിഫും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സ്ഥാനാർത്ഥി വിവരങ്ങളിൽ സാരമായ മാറ്റം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതേസമയം കൊല്ലം പരിശോധിക്കുകയാണെങ്കിൽ കൊല്ലത്ത് വരുന്നത് വി ജോയ് തന്നെയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കൊല്ലത്തെ കാര്യത്തിലും വി ജോയുടെ പേര് ആദ്യം തന്നെ ഉയർന്നു വന്നിരുന്നെങ്കിൽ പോലും പല പേരുകളും ആ സാധ്യതാ ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഉയർന്നു വരുന്ന പേര് അത് വി ജോയുടെ തന്നെയാണ്. ആ പേരിലും വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളിലുള്ള മാറ്റമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം പുതുതായി വരുന്ന അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. അതായത് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ദിവസങ്ങൾക്ക് മുൻപേ തന്നെ CPM സ്ഥാനാർത്ഥി വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചേർന്ന യോഗത്തിൽ ആ തീരുമാനം ഒരുപക്ഷെ അന്തിമമായേക്കും എന്നുള്ള ധാരണയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം തന്നെ ഇപ്പോഴും കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും എറണാകുളത്താണെങ്കിലും ചാലക്കുടിയിലാണെങ്കിലും എല്ലാം തന്നെ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ്. അവിടെ ഒരു പക്ഷേ ഇതുവരെയുള്ള സ്ഥാനാർത്ഥി വിവരങ്ങളെല്ലാം തന്നെ മാറി മറിയാനുള്ള സാധ്യത ഏറെയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപേ തന്നെ CPMലെ സ്ഥാനാർത്ഥി വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചേർന്ന യോഗത്തിലാണെങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു ധാരണയായി എന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം തന്നെ ഇപ്പോഴും ചില മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥി വിവരങ്ങളിൽ ആശങ്ക നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും എറണാകുളത്താണെങ്കിലും ചാലക്കുടിയിലാണെങ്കിലും വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടെ ആര് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ, അതായത് ഒരുപാട് അവകാശികൾ അല്ലെങ്കിൽ ഒരുപാട് സ്ഥാനാർത്ഥികളുടെ പേര് നിലനിൽക്കുന്ന സാഹചര്യമാണ്. എല്ലാവരെയും പരിശോധിക്കുകയാണെങ്കിൽ അർഹതപ്പെട്ടവർ ഓരോ കൂട്ടർക്കും അവരവരുടേതായിട്ടുള്ള അർഹതയുണ്ട് എന്നുള്ളത് മറ്റൊരു സവിശേഷത കൂടിയാണ്. പ്രത്യേകിച്ചും കാസർഗോഡുള്ള സ്ഥലത്തെല്ലാം തന്നെ ആ സാഹചര്യത്തിൽ എന്താണോ ഉചിതമായ തീരുമാനം എന്നുള്ള തലത്തിലേക്ക് വീണ്ടും പാർട്ടിയുടെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണവും അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു തീരുമാനവും എടുക്കേണ്ട സാഹചര്യം കൂടിയാണ്. എന്തായാലും ദിവസങ്ങൾ ഇനി അധികമൊന്നും തന്നെ ശേഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സവിശേഷത. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉടനെ തന്നെ ഈ പറയുന്ന പേരുകളിൽ വലിയൊരു പെട്ടെന്നൊരു ധാരണ ഉണ്ടാകാൻ ഉള്ള സാധ്യതയാണ്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഔദ്യോഗികമായ ഒരു ഉറപ്പ് വന്നിട്ടില്ല എന്ന് വേണം ഈ നിലവിലെ അവസ്ഥയിൽ കരുതാനായിട്ട്.